CSIR പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതിലേക്ക് പെർമനൻറ്റ് വാക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന പോലെയുള്ള യൂഷ്വൽ അലവൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന അക്കോമഡേഷൻ അതുപോലെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യത തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എലിജിബിലിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം Z കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇത്തരം നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുപരി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ പാട് എനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഡെയിലി 1-2 വീഡിയോസ് മിനിമം നമ്മൾ 2 വീഡിയോ അല്ലെങ്കിൽ 1 വീഡിയോ മിനിമം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടനവധി വാക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ കയറിയിട്ട് നോക്കുക ഏതൊക്കെയാണ് പുതിയ വീഡിയോസ് വന്നത്. അതോടൊപ്പം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, GOC എലിജിബിലിറ്റി, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാർ ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നമുക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ മീൻസ് നമ്മുടെ ഓരോ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നോക്കാം ഏതൊക്കെയാണ് പോസ്റ്റുകളെന്ന്. വിവിധ കാറ്റഗറിയുള്ള പോസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പേ ലെവൽ 2 ആണ്. അത് എത്ര എമൗണ്ട് എന്നൊക്കെ ഞാൻ പറയാം, നമുക്ക് മന്ത്ലി എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ പോസ്റ്റ് കോഡ് ഇവിടെ കാണാം നിങ്ങൾക്ക് T0125. ഇതിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ ആർക്കിടെക്ട് ആണ്. ഇതിലേക്ക് 4 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ SCക്ക് 1, ജനറൽ 3. ബാക്കി റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനൊക്കെ എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ SCക്ക് മാത്രം ഒരു റിസർവ്ഡ് വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാറ്റഗറിക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ നിശ്ചയമായുള്ള വേക്കൻസി ഇതിലുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു കോമൺ ക്രൈറ്റീരിയ ആണ്. ഈ ഒരൊറ്റ ഒന്നിൻ്റെ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മീൻസ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ മുഴുവനായിട്ട് കാണുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. 3 രീതിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ രീതിയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ SSLC, ഓക്കെ, അതായത് 10ാം ക്ലാസ് 10th പാസ്സായിരിക്കുക. ഓക്കെ, 10th നിങ്ങൾ 55% മാർക്ക് വേണം. 10th നിങ്ങൾക്ക് 55% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ പ്ലസ് നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ആണ്. ITI സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഈ പറയുന്ന ഇവിടെ ഡ്രാഫ്റ്റ്മാൻ സിവിലോ ആർക്കിടെക്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിവിലോ അല്ലെങ്കിൽ ആർക്കിടെക്ചറിലോ നിങ്ങൾക്ക് എന്താണ് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഇനി ഞാനിതൊന്ന് മായ്ക്കണം. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറി, ഇതാണ് ഫസ്റ്റ് പറയുന്നത്. ഇതിനടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC 55% മാർക്കോടുകൂടി SSLC 55% മാർക്കോട് കൂടി നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കാം. പ്ലസ് അതിൻ്റെ കൂടെ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റിഷിപ്പ്. ഓക്കെ, 2 ഇയർ ഡ്യൂറേഷനുള്ള അപ്രൻറ്റിഷിപ്പ് നിങ്ങൾ ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ സിവിലോ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ട്രേഡിലോ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിലും ഫ്രഷേഴ്സിന് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ മറ്റു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC, ഓക്കെ, 3ാമത്തെ കാറ്റഗറിയാണ് പറയുന്നത്. SSLC 55% മാർക്കോടുകൂടി പ്ലസ് അതിൻ്റെ കൂടെ ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ സിവിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITIൻ്റെയോ അപ്രൻറ്റീഷിപ്പിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ ഈ 3 രീതിയിലാണ് ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ പറയാം, മനസ്സിലാവാത്തൊരു കണ്ടാൽ മതി, ബാക്കിയുള്ളവർ സീക്ക് ചെയ്ത് കാണാം. ഒന്നെങ്കിൽ SSLC പ്ലസ് ITI ആണ് വേണ്ടത്. ITI അതത് ട്രേഡുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC പ്ലസ് അപ്രൻറ്റീഷിപ്പ് 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് SSLC പ്ലസ് നിങ്ങൾക്ക് അതത് ട്രേഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും സെയിം പാറ്റേൺ ആണ്, ട്രേഡ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കോമൺ ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് SSLC സയൻസ് സബ്ജക്റ്റ് എന്നൊന്ന് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. നമ്മൾ 10ാം ക്ലാസ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി CBSE ആണെങ്കിലും കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും മറ്റ് സിലബസ് ഒക്കെ ആണെങ്കിലും നമ്മൾ സയൻസ് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ SSLC 55% മാർക്കോട് പാസ്സാണോ, നിങ്ങൾക്ക് പ്ലസ് ITI ഉണ്ടോ അതത് ട്രേഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC പ്ലസ് 2 ഇയർ ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതത് ട്രേഡിൽ അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ ITI ഇല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന SSLCയും അപ്രൻറ്റീഷിപ്പും വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പും വേണ്ട ITIയും വേണ്ട, നിങ്ങൾക്ക് SSLCയും അതുപോലെ തന്നെ അതത് ട്രേഡിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്ത ട്രേഡ് വന്നിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഒരു വേക്കൻസി ജനറൽ ആണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പോസ്റ്റ് കോഡ് ഇവിടെ ഉണ്ട്.
ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേഡിൽ ITI അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേഡിൽ 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേഡിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SSLC എല്ലാത്തിലും 55% മാർക്ക് വേണം. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഞാൻ ആ ട്രേഡ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇലക്ട്രീഷ്യനിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡാണ് വേണ്ടത്. ഈ പറഞ്ഞ വാക്കൻസി കാണാം, SCക്ക് 1, EWC 1. ഇവിടെ ജനറൽ വാക്കൻസി ഇല്ല, ജനറൽ കാൻഡിഡേറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്, മെഷീൻ ടൂൾ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓർ റെഫ്രിജറേഷൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വാക്കൻസി ജനറലാണ്, ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ ടൂൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ R&AC അല്ലെങ്കിൽ റെഫ്രിജറേഷൻ, R&AC അല്ല റെഫ്രിജറേഷൻ ട്രേഡ് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ITI അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് അതല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേതെങ്കിലും ഒന്ന് മതി. പ്ലസ് 55% 10ാം ക്ലാസ്സിൽ മാർക്ക് വേണമെന്നുള്ളത് പറയണോ. അപ്പോൾ നിങ്ങൾ സ്കീക്ക് ചെയ്ത് കാണുന്നതാണെങ്കിൽ ഫസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ മേസണിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ജനറൽ അല്ല EWCന് ഒരു വാക്കൻസിയാണ്, EWC കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് മേസൺ ട്രേഡിൽ ഈ പറയുന്ന ITI സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ അതല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. SSLCയിൽ 55% മാർക്ക് വേണം. ഇനി അടുത്ത ഫിറ്ററാണ്, ഒരു വാക്കൻസിയാണ്, ജനറലാണ്. ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാനിങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് അത് റിപ്പീറ്റ് ചെയ്ത് പറയണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കിങ്ങനെ പറഞ്ഞാൽ ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, കാരണം പലരും അറിയാത്തവരുണ്ടാവുമോ എന്നുള്ള പിന്നെ അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആണോ ഇങ്ങനെ ആദ്യത്തെ ഒന്ന് വിശദീകരിച്ച് ബാക്കിയൊക്കെ അതിൻ്റെ സെയിം പാറ്റേൺ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ദയവേദിട്ട്. അപ്പോൾ അടുത്തത് ഫിറ്ററിലേക്ക് നിങ്ങൾക്ക് ഫിറ്റർ ട്രേഡാണ്. നിങ്ങൾ ITI അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ അല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. വെൽഡർ ആണെങ്കിൽ വെൽഡർ ട്രേഡിൽ നിങ്ങൾ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് ITIയോ അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ അതല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒന്ന് മതി. പ്ലംബറിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, പ്ലംബിംഗ് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ITIയോ അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ അതല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ITIയോ അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ അതല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ITയിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നീഷ്യൻ ഇതിലേതെങ്കിലും ITIയോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ അതല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ ITIയോ അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പോ അല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ. എത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഒഴിവുകൾ ഇവിടെ ജനറൽ വാക്കൻസി അതൊക്കെ നിങ്ങൾ നോക്കണേ. ഇതൊക്കെ ജനറൽ വാക്കൻസിയാണ്. പ്ലംബറും മെഡിക്കൽ ലാബ് ടെക്നീഷ്യനൊക്കെ ജനറൽ വാക്കൻസിയാണ്. കമ്പ്യൂട്ടർ ITയും ജനറൽ വാക്കൻസിയാണ്. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയും ജനറൽ വാക്കൻസിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ വാക്കൻസിയുടെ എണ്ണം നോക്കണ്ട, വാക്കൻസി ഒക്കെ വീണ്ടും കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു 17 പോസ്റ്റാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ജനറൽ 13, SCക്ക് 2, EWS 2, PWD 2 വാക്കൻസി, പിന്നെ എക്സ് സർവീസ്മാന് ഒരു 6 വാക്കൻസിയും അതിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പേ ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. 19,900 മുതൽ 63,200 ഏകദേശം നമുക്ക് 19,900 പ്ലസ് മറ്റ് ബേസിക് 19,900 ആയിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു 10, 25, 30 ആ റേഞ്ചിൻ്റെ നിയർ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് കയ്യിൽ ലഭിക്കും. അതിൻ്റെ മേ ബി ചിലപ്പോൾ അതിൻ്റെ മേലിലായിരിക്കും മറ്റ് അലവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. 28 ഏജ് ലിമിറ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 19/3/2025. ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് April 15 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. April 15 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ പറയാം കേട്ടോ. ഇനി OBC അതായത് റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇതിൽ OBC വാക്കൻസി ഇല്ല. മറ്റുള്ള SC കാറ്റഗറീസ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ റിസർവേഷൻ ഉണ്ടാകും. പിന്നെ PWD 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാകും. അപ്പോൾ അവർ നമ്മളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം വിളിക്കുന്നത് ട്രേഡ് ടെസ്റ്റ് ആണ് കേട്ടോ. ട്രേഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുക, ജസ്റ്റ് നമ്മളത് ക്വാളിഫൈ നേച്ചറാണ്. അത് നമ്മൾ ക്വാളിഫൈ ചെയ്താലാണ് പിന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾക്ക് 3 പേപ്പർ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് പേപ്പർ 1, പേപ്പർ 2 ആൻഡ് പേപ്പർ 3 ഉണ്ടായിരിക്കും. OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നമുക്ക് കേരളത്തിലും സെൻറ്റർ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ SSLC അല്ലെങ്കിൽ നമ്മൾ ITI ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം വരുന്നത്. 150 ക്വസ്റ്റ്യനാണ് ടോട്ടൽ വരുന്നത്. ഇതിൽ പാർട്ട് 1 നമുക്ക് ഈ പറയുന്ന മെൻ്റൽ എബിലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പാർട്ട് 2 നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും 25. പാർട്ട് 3 അല്ലെങ്കിൽ പേപ്പർ 3 വരുന്നത് നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റ് ആണ്. നിങ്ങളുടെ അതായത് ട്രേഡത്തെ ക്വസ്റ്റ്യൻ 50 ഉണ്ടായിരിക്കും കേട്ടോ. ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലിടാം കേട്ടോ. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് നമ്മുടെ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് എന്താണ് സെറ്റാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൽ നമ്മൾ CSERൻ്റെ മറ്റു മോഡൽ ടെസ്റ്റൊക്കെ ഉണ്ട്, അതേ സെയിം പാറ്റേൺ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ CASFൻ്റെ ഒക്കെ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് CASFൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. CASFൻ്റെ കോൺസ്റ്റബിളിൻ്റെ മോക്ക് ടെസ്റ്റൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേതൊക്കെ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ നമ്മളിതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അതിൽ മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്കൂടെ കാണാം. ഒട്ടനവധി എലവൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം DHR തുടങ്ങിയിട്ടുള്ള TA സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന പോലെയുള്ള സാധാ എന്താണ് അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, ഒക്കെ ഡിപ്പെൻസ് ഓൺ കണ്ടീഷനാണ്. പിന്നെ പെൻഷൻ സ്കീമും മെഡിക്കൽ എക്സ്പെൻസും ലീവും എല്ലാം ഉണ്ടായിരിക്കും ഇതിന്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് പ്രൊമോഷനിലേക്കൊക്കെ ഉള്ള പോസിബിലിറ്റി ഒക്കെ ഉള്ള പോസ്റ്റുകളൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റുന്നൊരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ റിലാക്സേഷൻ ഞാൻ പറഞ്ഞു, SST OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് അതായത് റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫീ അടിക്കണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ. അതോടൊപ്പം ഇതിലേക്കൊരു 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 500 രൂപ ഫീ ഉണ്ട്. അത് നമ്മൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ നമ്മൾ SBI കളക്റ്റിലൂടെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അതിൽ നമ്മൾ ഫീ അടച്ചിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറൊക്കെ നമ്മൾ ഓൺലൈൻ അപേക്ഷയിൽ കൊടുക്കണം. അതുപോലെ അതിൻ്റെ ഈ റെസിപ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം. പിന്നെ SC ST PWD ദെൻ എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കി SC ST PWD എക്സ് സർവീസിനും ഫീ വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി ഇതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സിംഗിൾ PDF ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം 5 MB വരെ എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമുക്ക് SLC സർട്ടിഫിക്കറ്റ് വെക്കാം. ഇനി ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അത് വെക്കാം നിങ്ങൾക്ക്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് ഡിഗ്രി ഏതാച്ചാൽ അത് വരെയുള്ളത് വെക്കാം. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെക്കാം, നിർബന്ധമല്ല. പിന്നെ നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ NOC വേണം, അത് നമ്മൾ നോക്കണ്ട. പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും പബ്ലിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് വെക്കേണ്ടത്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC ST OBC EWS ഒക്കെ ആണെങ്കിൽ PWD ഇങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ അവരങ്ങനത്തെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ അതിലേക്ക് വെക്കണം കേട്ടോ. എല്ലാം സെൻട്രലിൻ്റെ പർപ്പസ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ഓക്കെ, അതോടൊപ്പം തന്നെ എക്സ് സർവീസനാണെങ്കിൽ അവരുടെ അതായത് എന്താണ് സർട്ടിഫിക്കറ്റ് വെക്കണം. പിന്നെ വിഡോസ് ഡിവോഴ്സിലെ വനിതകൾക്കൊക്കെ അവരുടെ അത് തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് വെക്കണം. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഏതെങ്കിലും മറ്റു റിലവൻ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വെക്കാം. എല്ലാവരും സിംഗിൾ PDF ആക്കിയിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും, അതിൽ ക്ലിക്ക് ചെയ്താൽ CBRI റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇങ്ങോട്ട്. ഓക്കെ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടെ കാണാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലേക്ക് കാണാം. CSER സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് റൂർക്ക്. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാർച്ച് 19 മുതൽ ഏപ്രിൽ 15 വരെയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യും, അവർ അതിൻ്റെ എന്താണ് ഡേറ്റ് ഫിക്സ് ചെയ്താൽ അതിവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഇടയ്ക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ലിങ്ക് തന്നത്. ഇനി നമ്മളിതിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കോർണറിൽ കാണാം, റൈറ്റ് സൈഡിൽ കോർണറിൽ ഇവിടെ ഓക്കെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നാണ്. അതിൻ്റെ അപ്പുറത്ത് ലോഗിൻ കാണാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID, കൺഫേം ഇമെയിൽ ID, പാസ്വേഡ്, മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്ത് പോകണം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യാം. ഇനി കുറച്ച് പേര് കമൻറ്റ് ചെയ്താലും നമ്മൾ ചെയ്യാം. അതിനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് താങ്ക്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ താങ്ക്സ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു സപ്പോർട്ട് നമ്മളെ ചാനൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരും. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തിരിച്ചങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ, നമ്മൾ നിങ്ങൾക്കായിട്ട് തന്നെ ചെയ്തുതരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളത് എഡിറ്റ് ചെയ്ത് കുറേ ടൈം എടുക്കും, അതുകൊണ്ടാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീമുണ്ട്. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ ഡൗട്ടൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ നമ്മുടെ ഈസി ടൂൾ, ഇവിടെ ഒരു ഈസി ടൂൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ അതിലുള്ള സൊല്യൂഷനിൽ പറയുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയുള്ള കാര്യങ്ങളാണ്. പലരും
നമ്മളോട് ചോദിക്കുന്നുണ്ട് ചില ആളുകൾ എന്താ റിപ്ലൈ തരാത്തത്, കാരണം ഞാൻ വീഡിയോ ചെയ്യണം, കണ്ടന്റ് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്, അതിലൂടെ എനിക്ക് എൻ്റെ വർക്കുണ്ട്, അത് മാത്രമല്ല മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ റിപ്ലൈ കൊടുത്തവർക്ക് അറിയാം ഞാൻ എന്താണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് കൊടുക്കാൻ പറ്റാറില്ല. അതെന്താണെന്ന് വെച്ചാൽ അവർ ചോദിച്ച് അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താണ് അതിൽ ഇരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് പെയ്ഡായിട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഇവിടെ ഒരു ഈസി ടൂൾ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഈസി ടൂൾ ഉണ്ട്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ ഇതൊരു ഈസി ടൂൾ. അതിപ്പോൾ നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്താണ്. പഴയത് ഇവിടെ കിടക്കുന്നുണ്ട് മെനുവിൽ. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിതിൽ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് മലയാളത്തിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പുതിയതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ടൂള് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വീഡിയോയുടെ അടിയിലുള്ള താങ്ക്സ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിമാൻഡ്സ് നിങ്ങൾക്ക് എന്താണോ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിപ്ലൈ തരാം. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ആ ഒരു പരിഗണന ഉണ്ടായിരിക്കും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾ ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇടങ്ങാറാവും. ഡാറ്റ എൻട്രി ടീമാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഡൗട്ടായി ചോദിക്കാതിരിക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് അയച്ചു കൊടുത്താൽ സർവീസ് ചാർജ് അവർ പറയും. ഓക്കെ ആണെങ്കിൽ അവർ ചെയ്തു തരും. ഓക്കെ, ചില സമയത്ത് ഞാനും ചെയ്യാൻ കൂടാറുണ്ട്. ചില സമയത്ത് ഫോൺ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നല്ലാതെ എൻ്റെ കയ്യിൽ ഉണ്ടാകാറില്ലത് എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.